ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത്. ഞാൻ മൈസൂരിൽ പോവാം. അപ്പോൾ 8:30ക്കാണ് ബസ്. ഇപ്പോൾ കുറച്ച് സമയം ഞാൻ ഓഫീസിൽ നിന്ന് നേരെ പോവാം. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മസാല ദോശ കഴിച്ചിട്ട് വരാം. ബാംഗ്ലൂർ ഇതേപോലെ ഫുള്ളി വെജായിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മുമ്പ് ഇവിടുന്നായിരുന്നു വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാറ്. നിങ്ങൾ എപ്പോഴും ബാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ചെക്കൗട്ട് ചെയ്യാം. ഇത് ഉടുപ്പി ഉപഹാർ, ഉടുപ്പി ഗാർഡൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. അത് ഓരോരോ പേര് വ്യത്യാസമായിരിക്കും, പക്ഷേ ഫുള്ളി വെജായിട്ടുള്ള ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. ബസ് കയറുന്ന സ്ഥലം കുറച്ച് ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മെട്രോയിൽ പോകാൻ വെച്ചിട്ട് ഞാൻ മെട്രോ സ്റ്റേഷൻ വരെ ഒരു റാപ്പിഡോ ബുക്ക് ചെയ്തു. റാപ്പിഡോ ഇവിടുത്തെ ബൈക്ക് ടാക്സിയാണ്. നമ്മൾ ഓട്ടോ ഒക്കെ വിളിക്കണ പോലെ നമുക്ക് ഇവിടെ ബൈക്ക് ടാക്സി ആയിട്ട് വിളിക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവർ നമുക്കൊരു ഹെൽമെറ്റ് തരും. ഹെൽമെറ്റ് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ലേ, പക്ഷേ ഈ റൈഡിൽ ഇത് കാറ്റത്ത് മാറിപ്പോവാതെ ഇതിനെ രക്ഷിക്കലായിരുന്നു എൻ്റെ പണി. ഇതാണ് ഇവിടുത്തെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ്. നാട്ടിലോട്ട് വരുന്ന ഏകദേശം എല്ലാ സ്റ്റേറ്റ് ബസ്സും ഇവിടുന്നാണ് എടുക്കാറ്. ഇവിടുന്ന് പിന്നെ കുറേ ബസ്സസ് ഉണ്ടാവും മൈസൂരോട്ട്, പക്ഷേ ഒട്ടുമിക്ക എല്ലാം ക്രൗഡഡും അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ബുക്ക് ചെയ്ത് പോകുന്നതാണ് സേഫ്. അതുകൊണ്ട് പിന്നെ ഏതായാലും നമ്മുടെ ഈ KSRTC സീറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ബുക്ക് ചെയ്തു. ഇതാകുമ്പോൾ കുറച്ചുകൂടി കൺവീനിയൻറ്റും ആണ്, പിന്നെ ഇത് ഫാസ്റ്റായിട്ട് എത്തുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന ഏട്ടൻ ചോദിച്ചു ഇതെന്താ ക്യാമറയാണോ എന്താ എൻ്റെ പേരെന്നൊക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചു എന്തൊക്കെയോ. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ യൂട്യൂബൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ. എന്നിട്ട് ആ ഏട്ടൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബറെ കാണണമെന്ന്. എനിക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഈ വീഡിയോ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ഇവിടെ നല്ല ഷവർമ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് പോവാം. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് തന്നെ പോയി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. അവിടെ അടുത്ത് തന്നെ ഇവൻ എപ്പോഴും കഴിക്കണ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ മൈസൂർ എത്രയോ അടിപൊളിയാണ്. ഇവിടെ സമാധാനമുണ്ട്, ക്രൗഡ് കുറവാണ്, പിന്നെ ട്രാഫിക്കും കുറവാണ്, എന്തുകൊണ്ടും സുഖമാണ്. ഈ ഫുഡിൻ്റെ പേരാണ് ബിസിബേളബാദ്. കാണാൻ വലിയ മെനയൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എത്രയോ ചീപ്പാണ്. ഇവിടെ 20 റുപ്യക്കും 30 റുപ്യക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് ഒരു ഷേക്ക് കുടിക്കാൻ തീരുമാനിച്ചു. ഇത് ഒരു മലയാളീസിൻ്റെ ഷോപ്പാട്ടോ. തിരിച്ചെത്തി റൂമിൽ കുറച്ച് നേരം ചില്ല് ചെയ്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ മൈസൂരിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറം ഒരു മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോവാം.
എനിക്ക് ഈ കാണുന്ന പോലെയുള്ള ഉൾഗ്രാമങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. ഇത് ശരിക്കും നമുക്ക് പോകാനുള്ള വഴിയല്ല, നമ്മളൊരു സ്ഥലത്തുനിന്ന് വഴി തെറ്റി ഇങ്ങോട്ടേക്ക് വന്നതാ. അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീട്ടിലും പശുവും ആടും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മേ ബി അവരുടെ ഉപജീവന മാർഗം അതായിരിക്കും. സമാധാനമാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഇതിലും നല്ല ജീവിതം വരില്ല. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. ആൻഡ് ഇത് നേരിട്ട് കാണാൻ അടിപൊളിയാട്ടോ. പിന്നെ ലോങ് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കിട്ടായിരുന്നു. പക്ഷേ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കൂട്ടിന് ഈ പട്ടിയും കുറേ നേരം നടന്നു കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഇത് പക്ഷീനൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സായി. ഈ സൺസെറ്റ് നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറച്ച് സന്ധ്യയായി വന്നപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഓക്കെ ഗൈസ്, ബൈ. പിന്നെ വരാം. A few moments later. Guys, ഞാൻ വീണ്ടും വന്നു. പക്ഷേ ലേറ്റ് പ്രാവശ്യം. പിന്നെ നമ്മളിവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ റൂമിലോട്ട് പോയി. ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. ബിക്കോസ് ഇല്ലെങ്കിൽ ഇത് വലിയ വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് പാർട്ട് 2 വീഡിയോ ഇത് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുവരെ ടാറ്റ, ബൈ ബൈ.